ഇത്തരം രീതികളാണ് എന്നെയും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന നിലയിൽ എത്തിച്ചത്. ഏഷ്യയിലെ തന്നെ ഒരു കലോത്സവമാണല്ലോ ഇത്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഡോക്ടറേറ്റ്, എഞ്ചിനീയേഴ്സ്, അധ്യാപകര്, ശാസ്ത്രജ്ഞരൊക്കെയുള്ള സാങ്കേതികത്തിലായിരുന്നാലും അവരൊക്കെ ഉണ്ടായതുപോലെ തന്നെ കലാരംഗത്ത് സംഗീതത്തില്, പിന്നെ പ്രാസംഗികര്, അഭിനേതാക്കള്, ഇവരൊക്കെ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് അങ്ങനെ തന്നെയാണ്. കായിക രംഗത്തും ഇതുപോലെ തന്നെയാണ്. PT ഉഷയും ഷെയ്നി ഉഷനും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതേ യുവനോത്സവ വേദികൾ പോലെ തന്നെ അവരുടേതായ മേഖലകൾ കൂടെ തന്നെയാണ് ലഭിച്ചത്. തീർച്ചയായിട്ടും ഇന്ന് ഈ യുവനോത്സവത്തിലൂടെ തന്നെയാണ് പ്രഗത്ഭരായ പലരും കലാരംഗത്ത് വന്നിട്ടുള്ളത്. മുമ്പ് എണ്ണം കുറവായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇതുവഴി പിന്നെ ഇടയ്ക്ക് വെച്ച് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അല്ല കലാകാരന്മാരല്ലാത്തവർ തന്നെ ഇതിനകത്ത് പഠിച്ച് ചെയ്യുന്ന ഒരു കാഴ്ച ഇവിടെ കാണാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എല്ലാവർക്കും ഇതെന്താണെന്ന് കരയിൽ വന്നാൽ കരയിൽ വരാൻ പേടിച്ചു നിന്ന പിന്നെ വിദ്യാർത്ഥികൾ തന്നെ ഇതിനകത്ത് വളരെ കുടുംബമായിട്ട് തന്നെ എല്ലാവരും കൂടെ വന്നത് ആഘോഷിക്കുകയാണ്, ഒരുമയായിട്ട് ആഘോഷിക്കുകയാണ്. തീർച്ചയായും ഒത്തിരി കലാകാരന്മാർ ഈ വേദിയിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾക്ക് തിരക്കുള്ളത് കൊണ്ട് മറ്റു ചില പരിപാടികൾ കൂടി ഉണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഒരു ചോദ്യം കൂടി, ഈ വിധികർത്താവായിരിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ, അതൊരു പക്ഷെ നമ്മൾ ഈ പരിപാടികൾ അവതരിപ്പിച്ചതിൽ നിന്നും വിധികർത്താവായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, അത് നൽകുന്ന ഒരു ഊർജം അതെന്താണ്? ഞാന് 10ഓളം പ്രാവശ്യം നമ്മുടെ ഇതിനകത്ത് പിന്നെ സ്കൂൾ കലോത്സവത്തിന് വിധികർത്താവായിട്ട് നിന്നിട്ടുണ്ട്. പലപ്പോഴും ഈ റിസൾട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ കൊണ്ട്, അപ്പൊ ഞങ്ങൾ വല്ലാത്ത രീതിയിലാണ് എല്ലാവരും നോക്കുന്നത്. നമുക്കും പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് നമുക്ക് എല്ലാം ഒന്നുപോലെ ഇരിക്കും, അതിനെ കണ്ടുപിടിക്കണ്ടേ. ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളിലൂടെ ഒരാൾക്ക് ഫസ്റ്റായി പോയാല് മറ്റുള്ളവരെല്ലാവരും നമ്മുടെ വേറെ രീതിയിലായിരിക്കും നോക്കുന്നു. രസകരമായ ഒരു സംഭവം ഉണ്ടായത്, ഞാനിപ്പോ പെട്ടെന്ന് നടക്കുന്നത് ഒരിക്കല് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോ മറ്റുള്ളവർ ആരുമായിട്ടും സംസാരിക്കാനോ ഒന്നും പിന്നെ ഇടവരുത്താതെ ഞങ്ങളൊരു ജീപ്പിനകത്ത്, ചില്ലിട്ട ജീപ്പിനകത്ത് കയറ്റി കൊണ്ടുപോകുന്നതിനിടയിൽ എന്റെ മൊബൈല് വാങ്ങി വെച്ചിരുന്നു. അപ്പൊ അയ്യോ, ഞാൻ മൊബൈല് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ പകുതി വെച്ച് ഒന്ന് നിർത്തിയിട്ട് പിന്നെ ഒരു തെങ്ങിൻ തോപ്പിനെടുത്ത് വെച്ച് നിർത്തിയിട്ട് ഒരു മൊബൈൽ എടുക്കാൻ പോയപ്പോ ഒരു മെലിഞ്ഞ നല്ല സുന്ദരമായ ഒരു സ്ത്രീ വന്ന ഇതിനകത്ത് ഈ ഡോറിൽ ഒന്ന് തട്ടി ഒന്ന് ഗ്ലാസ് തുറക്കുമെന്ന്. അപ്പൊ ഞാൻ ആരെയും കാണിച്ചു, ഇല്ല പറ്റില്ല, പ്രശ്നമാണ്. അപ്പൊ അവരിങ്ങനെ നിന്ന് ഒരു മുത്തശ്ശിയെ, അങ്ങനെ ഒരു മുത്തശ്ശി നിൽക്കുകയാണ് ഒരു തെങ്ങിൻ തോപ്പിലൂടെ. അപ്പൊ ഈ മുത്തശ്ശിയെ മുത്തശ്ശി കാണാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, രക്ഷയില്ല. അപ്പൊ അവർ റിക്വസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് മുത്തശ്ശിയെ കണ്ടപ്പോ ഒരു നല്ല ഭംഗിയുള്ള ഒരു മുത്തശ്ശി എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഞങ്ങൾക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയാണ്ട് ഗ്ലാസ് താഴ്ത്തിയപ്പോ തന്നെ പറയാണ്, ജോബി, ഞാന് വയലാറിന്റെ മകളാണ്. ഞാൻ അറിയാതെ തുറന്നിറങ്ങിപ്പോയി. അമ്മയാണ് നിൽക്കുന്നത്, അമ്മയ്ക്ക് ജോബി ഒന്ന് കാണണമെന്ന്. ഞാൻ ഓടി അടുത്ത് പോയി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്നിരുടെ ചാനലുകാരൊന്ന് ഇത് എടുക്കുകയും ചെയ്തു. പക്ഷെ ഇതിനകത്ത് പ്രശ്നമില്ലല്ലോ, കാരണം മുത്തശ്ശിയോട് സംസാരിക്കുന്നതല്ലേ. പക്ഷെ അതെനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. ആരാ നിൽക്കുന്നത്? വയലാറിന്റെ ഭാര്യയോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, മകളോടാണ് സംസാരിക്കുന്നത്. ഇതെനിക്ക് വല്ലാത്തൊരു, വയലാറിനെ പറ്റിയൊരു പിന്നെ മോണോസ് ഉണ്ടായിരുന്നു. അത് കാണാനായിട്ട് അവർ ക്ഷണിച്ച് അവര് അങ്ങനെ വന്നതായിരുന്നു. പക്ഷെ ഇതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിട്ട് ഇന്നും മറക്കാതെ അവശേഷിക്കുകയാണ്.